എങ്ങനെ നിന്നു 100 ദിവസം അതിൻ്റെ അകത്ത്? ഞാൻ 14 ദിവസം കൊണ്ട് പുറത്തുപോയി, നിങ്ങൾ 100 ദിവസം. 14 ദിവസം ഒരു 140 ദിവസം പോലെ ആയിരുന്നു നീ ആളുണ്ടായ സമയത്ത്. ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ ഉള്ള സമയത്താണെങ്കിലും കയറുന്നതിന് മുന്നേ ആണെങ്കിലൊക്കെ ഷാനവാസ്ക്ക് അനീഷ് ചേട്ടനെ മറ്റേ കോംബോ പിടിക്കാനാണോ, സ്ക്രീൻ സ്പേസിനാണോ? ഗെയിം കളിക്കാൻ ഞങ്ങൾ മറന്നിട്ടില്ല, പരസ്പരം ഗെയിം കളിച്ചിട്ടുണ്ട്. അവൻ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ നോമിനേഷൻ വരെ ചെയ്തിട്ടുണ്ട്. അവൻ എന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവനെ ചെയ്തിട്ടുണ്ട്, ജയിൽ നോമിനേഷൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടാതിരുന്നിട്ട് വഴക്ക് കൂടിയിട്ടുണ്ട്. എന്നാലും സൗഹൃദത്തിന് യാതൊരു കുറവില്ല, അത് എപ്പോഴും ഒരു കോണിൽ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ്. അതിൻ്റെ ആ ഒരു സൗഹൃദത്തിൻ്റെ ആ ശക്തി ഇന്ന് 10 മടങ്ങായിട്ട് ഞങ്ങളുടെ ഇടയിലുണ്ട്. ഒരു ദിവസം 2-3 തവണയെങ്കിലും അവൻ എന്നെയും ഞാൻ അവനെയൊക്കെ വിളിക്കാറുണ്ട്. എന്തായാലും അനീഷ് ചേട്ടനായിട്ട് ഭയങ്കര എല്ലാ ദിവസം വിളിക്കാറുണ്ടെന്നൊക്കെയല്ലേ? ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കൂ. ഓ ഷുവർ. വീഡിയോ കോൾ. എന്തിങ്ങനെയൊക്കെ നിൽക്കുന്നത്? വല്ല ഞാൻ അത് ആൾറെഡി വിളിക്കുമെന്ന് നിനക്കറിയാമോ? എന്തോ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാനുള്ള വരികയാണ്, അടുത്ത ഉദ്ഘാടനത്തിന്റെ വീഡിയോ ആണോ? ഇതാരാ? അനീഷ് ചേട്ടന്റെ ബെഡിൽ അനീഷ് ചേട്ടൻ എന്നും സ്റ്റിക്കർ ഒട്ടിക്കുമായിരുന്നു. ഞാനാണ് അത് പറിച്ചു കളഞ്ഞത്. ലാലേട്ടൻ അന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞു ആ ആളെ നമുക്ക് അറിയാന്ന്. ആ ആള് ഞാനാ. ഞാൻ അത് അനീഷ് ചേട്ടനോട് അന്ന് ചില കുറേ നല്ല നല്ല മുഹൂർത്തങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും ഷാനവാസ്ക്കൊക്കെ. എനിക്ക് തോന്നുന്നു ആദില നൂറേനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു സീൻ ബിഗ് ബോസ് ഈ സീസൺ 7 ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വന്നത് സത്യസന്ധപ്പെട്ട എന്തൊക്കെ ഞാൻ സീക്രട്ട് ടാസ്ക് ഗെയിമായിട്ട് കണ്ട് കളിച്ചെങ്കിലും പക്ഷെ ആ ഒരു നിമിഷം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല, ഓൾറെഡി നിങ്ങൾക്ക് ഹൈലൈറ്റിൽ കണ്ടിട്ടുണ്ടാവും ആരാണ് എൻ്റെ ഗസ്റ്റ് എന്ന്. നമ്മുടെയൊക്കെ ഫേവറേറ്റ് ആയ നമ്മുടെയൊക്കെ സ്വന്തം ഷാനവാസ്ക. വെൽക്കം. താങ്ക് യു. ഞാൻ വന്നപ്പോൾ തന്നെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ലുക്കായിട്ടുണ്ട് കാണാൻ. ബിഗ് ബോസിന്റെ കാരുണ്യം. 14 കിലോയാ കുറഞ്ഞ്. 14 കിലോ പറഞ്ഞില്ലേ? ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും 14 കിലോ അല്ലെങ്കിൽ 5 കിലോന്റെ മേലെ പോകാറില്ലായിരുന്നു. ഇപ്പോൾ ബിഗ് ബോസിന്റെ കൃപാ കടാക്ഷം കൊണ്ട് 14 കിലോ കുറഞ്ഞ് കിട്ടി, പട്ടിണി കിട്ടിയിട്ടിട്ട്. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ഷാനവാസ്ക അവിടെ ഉള്ളതിൽ ഭയങ്കരമായിട്ട് ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിലും ഷാനവാസ്ക പക്കയായിട്ട് ആ ഒരു എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യും, ആ വാക്കിംഗ് പരിപാടീസ് ഒക്കെ. രാവിലെ നടക്കാൻ ഇറങ്ങി. എങ്ങനെയുണ്ട് ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ്? അയ്യോ ഭയങ്കരം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ചൂസ് ചെയ്തത് ഇതിനു മുമ്പും എനിക്ക് കോൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞാൻ പല പ്രോജക്റ്റുകളും സീരിയൽസൊക്കെ കമ്മിറ്റഡ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പേടി, ബിഗ് ബോസ് ചെയ്യാൻ പോകണ്ടേ, പോയി കഴിഞ്ഞാൽ നെഗറ്റീവൊക്കെ അടിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ലൈഫ് പോവോ, ഉള്ള ലൈഫും പോവോ എന്നുള്ളൊരു പേടി. പിന്നെ ഒരു പ്രോജക്റ്റ് ഒന്നും ഇല്ലാതെ എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ കോൾ വന്നത്. അപ്പോൾ തോന്നി ഈ 14 വർഷത്തെ എൻ്റെ ആ ഒരു സീരിയൽ ടെലിവിഷൻ ഇമേജ് ഒന്ന് ബ്രേക്ക് ചെയ്യണം എന്നെനിക്ക് തോന്നി. അതിനുവേണ്ടി ചൂസ് ചെയ്തതാണ് ഞാനൊരു പിന്നെ എന്താ പറയുക, ഒരു ഇമേജും ആ ഒരു സീരിയൽ നടൻ എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സിനിമക്കാരുടെ ഇടയിൽ ഒരു സ്വീകാര്യത വളരെ കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോൾ വന്നപ്പോൾ തോന്നി ഇതാണ് പറ്റിയ അവസരം. 2 ഡേയ്സ് എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നിട്ട് ഒന്ന് പോസിറ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗുണം കരിയറിൽ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ടായി. അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് എനിക്ക് കിട്ടിയെന്നാണ് വിശ്വാസം. കിട്ടി. കാരണം അതിനുശേഷം ഞാൻ ഒത്തിരി സിനിമക്കാരെ സമീപിക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. നല്ല പണ്ടത്തെ പോലെയല്ല, നല്ല സ്വീകാര്യതയുണ്ട്. അപ്പോൾ ബിഗ് ബോസ് എൻ്റെ കരിയറിൽ വലിയൊരു കരിയർ ചേഞ്ചിന് ആണ് എന്താ പറയുക ഒരു വഴിയൊരുക്കിയത്. എങ്ങനെ നിന്നു 100 ദിവസം അതിൻ്റെ അകത്ത്?
അത് ശരി. ഞാൻ 14 ദിവസം കൊണ്ട് പുറത്തുപോയി, നിങ്ങൾ 100 പക്ഷെ ആ 14 ദിവസം ഒരു 140 ദിവസം പോലെ ആയിരുന്നു നീ ആളുണ്ടായ സമയത്ത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 100 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമ്മളെല്ലാവരും ഗെയിം കളിക്കാൻ വന്നതാണ്, അല്ലാതെ ആരെയും സപ്പോർട്ട് ചെയ്യാനോ സ്നേഹിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കപ്പെടുക്കാൻ വഴിയൊരുക്കാനോ അല്ലല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ മസ്താനിയൊക്കെ ഞാൻ മസ്താനിയുടെ ഗെയിമായിട്ട് തന്നെ കണ്ടിട്ടുള്ളത്. മസ്താനി റീ എൻട്രി വന്നപ്പോൾ മസ്താനിയോട് ഒരിക്കലെങ്കിലും ഞാൻ ആ ഒരു മനസ്സിലൊരു പക വെച്ചിട്ടോ അല്ലെങ്കിൽ ആ ഒരു വിദ്വേഷം വെച്ചിട്ടോ പെരുമാറിയിരുന്നോ? ഇല്ല. ആക്ച്വലി അതെനിക്ക് പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കയറി റീ എൻട്രിക്ക് വരുന്നത് തന്നെ ഞാൻ പേടിച്ചിട്ടാണ് വരുന്നത്. നമ്മുടെ റെനയുടെ ഒക്കെ കൂടിയായിരുന്നു ഞാൻ കയറേണ്ടത്, ഞാൻ പറഞ്ഞില്ല. അപ്പോൾ വളരെ കുറച്ച് പേര് എന്നെ ശരിക്കും ഇഷ്ടത്തോടു കൂടി വെൽക്കം ചെയ്തുള്ളൂ. അതിൽ ഒരാളായിരുന്നു ഷാനവാസ്ക. എനിക്ക് ഓർമ്മയുണ്ട് ഗൈസ്, 2ാമത്തെ ദിവസം, അതായത് ഞാൻ എൻട്രി ചെയ്ത് 2ാമത്തെ ദിവസമാണ് ലക്ഷ്മി, സാബു ആ ഒരു ടീം കംപ്ലീറ്റ്ലി കയറുന്നത്. ഹൗസ് അങ്ങ് നിറഞ്ഞു, ഫുൾ ആൾക്കാർ. എനിക്കൊരു പാനിക് അറ്റാക്ക് പോലത്തെ ഒരു സംഭവം വന്നു, ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയി. ഹൗസ് നിറഞ്ഞപ്പോൾ നിന്റെ കണ്ണും നിറയുന്നതാണ് ഞാൻ കണ്ടത്. നീ ഒരു ഭാഗത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ബിഗ് ബോസിനോട് പക്ഷേ എനിക്ക് അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എന്നോട് ഭയങ്കരമായിട്ട് പാവം തോന്നി. അതാ ഞാൻ മസ്താനെ മാറ്റി നിർത്തിയിട്ട് ഒരു 1.25 മണിക്കൂർ നമ്മൾ 1 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. എനിക്ക് തോന്നുന്നു ആ ഒരു കോൺവെർസേഷൻ ബിഗ് ബോസിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല, ലൈവിൽ വന്നോ ഇല്ല, ആരും, ഞാൻ ചോദിച്ചവരും ആരും കണ്ടില്ല. പക്ഷെ ആ ഒരു പോർഷനിൽ ആര്യൻ വന്നിട്ട് എന്നോട് ഷാനവാസ്ക ഞാൻ പുറത്ത് പോയതിന് ശേഷമാണ് ഷാനവാസ്ക്ക് എന്താണെന്ന് മനസ്സിലായത്. ഒരു ബ്രദർലി ഫാദർലി സോറി ഷാനവാസ്ക, എനിക്ക് നിങ്ങളോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീൻ മാത്രമാണ് എല്ലാവരും പറഞ്ഞത്. അത് കണ്ടിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഞാൻ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. അതിൻ്റെ എല്ലാം റീസൺ ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ, മസ്താനി ഭയങ്കരമായിട്ട് ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര പറയായിരുന്നു ബിഗ് ബോസിന്റെ അടുത്ത് എന്നെ പുറത്ത് വിടൂ. കാരണം 2 ദിവസം നിക്കാന്ന് പറഞ്ഞിട്ടാണ് എന്നെ പറ്റിച്ചിട്ട് കൊണ്ടുപോയത്. 2 ദിവസം കഴിഞ്ഞ് ഇവരും കയറുന്നു, ഹൗസ് നിറയുന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സീനായി. എന്തായാലും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഇറങ്ങി ഓടാനൊക്കെ തോന്നും. എല്ലാവരും സംസാരിക്കുന്നു, ഞാനൊരു സോഫയിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് ഷാനവാസ്ക അവിടെ നിന്ന് ഇങ്ങ് വാ, എന്താ അവിടെ ഇരിക്കണേ, വാ ഇങ്ങോട്ട് വാന്ന്. ഞാൻ പറഞ്ഞില്ല ഇല്ല വാ എന്ന് പറഞ്ഞിട്ടാണ് ആ നമ്മുടെ ഹൗസിലേക്ക് എൻട്രി ചെയ്യണതിൻ്റെ അവിടെ 2 ചെയർ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം, എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിലധികം സംസാരിച്ചിട്ടുണ്ട്. അന്നാണ് നമ്മൾ ആദ്യമായിട്ട് അവസാനമായിട്ട് അങ്ങനെ സംസാരിക്കുന്നത് അല്ലേ ഹൗസിൽ? ആദ്യമായിട്ടും അതൊരു സ്ട്രെസ് ചെയ്ത് പറയുന്ന വേർഡാണ്. ആദ്യമായിട്ടും തുടക്കകാലം മുതലേ ഈ ഒരു സംസാരം ഞാനും നീയും തമ്മിലുണ്ടായിരുന്നെങ്കിൽ കുറെ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായിരുന്നു. അതെ, എല്ലാം പോയില്ലേ വേണമെങ്കിൽ അടുത്ത സീസൺ നോക്കാം. അല്ല, അതെല്ലാം ഞാൻ ഗെയിമിന്റെ ഭാഗമായിട്ട് കണ്ടു. ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ഷാനവാസ്ഖാൻ്റെ അടുത്താണ്. ആ വഴക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ഗെയിമിന്റെ ഭാഗമായിട്ടെ. കാരണം എനിക്കറിയാം പോടോന്ന് വിളിക്കണത് ഇഷ്ടമല്ലാന്ന്. അപ്പൊ നമ്മൾ ട്രിഗർ ചെയ്യാനല്ലേ, എനിക്കറിയാലോ അത് അങ്ങനെ ചെയ്ത. പക്ഷെ ആ ഒരു കോൺവെർസേഷൻ ഭയങ്കര ഒരു ഫ്രം ദ ബോട്ടം ഓഫ് യുവർ ഹാർട്ട്. അതായത് നമ്മൾ അത്രയും തളർന്നു പോവരുത് ഒരാളെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ലേ, അത്രയും നന്നായിട്ട് നിങ്ങളന്ന് സംസാരിച്ചു. പക്ഷെ അത് ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തില്ല. അത് ഈ ഒരു മൊമെന്റിൽ എനിക്ക് പറയാം, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. അല്ല, അത് ഞാനിപ്പോൾ ഇത് പറഞ്ഞില്ലെങ്കിൽ അത് വളരെ നിങ്ങളോട് ചെയ്യുന്നൊരു തെറ്റായി പോകും. കാരണം അത്രയും നല്ല രീതിയിൽ ആ ഒരു നമ്മൾ തമ്മിലൊരു കോൺവെർസേഷൻ പുറത്താരും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് ആ ഒരു പീക്ക് ടൈമിൽ ലാസ്റ്റ് 13ാമത്തെ 14ാമത്തെ ആഴ്ചയിലുള്ള ആ ഒരു കോൺവെർസേഷൻ, അതും 1 മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ആ ഒരു കോൺവെർസേഷൻ പുറത്ത് വന്നില്ല എന്നുള്ളതിൽ പേഴ്സണലി എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അത് ശരിക്ക് അതിൻ്റെ ഒരു 10 മിനിറ്റെങ്കിലും, 1 മണിക്കൂറിൻ്റെ കോൺവെർസേഷനിൽ ഒരു 10 മിനിറ്റെങ്കിലും പുറത്ത് കാണിക്കണമായിരുന്നു. കാണിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ അതിപ്പോൾ ഇവിടെ പറയുന്നത്. നമുക്കും ഒരു സ്പേസ് തരായിരുന്നു ബിഗ് ബോസിന്. നിങ്ങൾക്ക് 100 ദിവസം കിട്ടിയതൊന്നും പോരല്ലേ? അങ്ങനെയല്ലല്ലോ. ഞാൻ ഒരു കപ്പൊന്നും ഫോക്കസ് ചെയ്ത് പോയതല്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു എനിക്കൊരു മാറ്റം വേണം. ഞാൻ 10, 14, 15 വർഷത്തോളം സീരിയൽ ചെയ്തു. അതിൽ നിന്ന് എനിക്കൊരു മാറ്റമുണ്ട്. എൻ്റെ ആഗ്രഹം 15 വർഷം സീരിയൽ ചെയ്യുമ്പോഴും എൻ്റെ ആഗ്രഹം സിനിമ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ എനിക്ക് സിനിമയിലോട്ടൊരു മാറ്റം വേണം. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ ബിഗ് ബോസിലോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഒരു
ഒരു സമയം കഴിയുമ്പോൾ നമുക്കും ബിഗ് ബോസിൻ്റെ ട്രോഫിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് നോക്കാം എന്നുള്ളൊരു തോട്ട് വരും. അങ്ങനെ ഫൈറ്റ് ചെയ്ത് നോക്കാം എന്ന് തോട്ട് വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്കുണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് ഭവിക്കുന്ന കുറേ കാര്യങ്ങൾ പുറം ലോകം കണ്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു വിഷമമുള്ള കാര്യം. അത് എന്ത് കാര്യത്തിലാണ്, എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. എനിക്ക് പരാതിയൊന്നുമില്ല, പരിഭവമില്ല. പക്ഷെ എൻ്റെ ഒരു എന്താ പറയുക, അത് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ട് വന്നേനെ. അങ്ങനെ അനുകൂലമായിട്ട് വരേണ്ട കുറേ കാര്യങ്ങൾ എനിക്ക് മനഃപൂർവ്വം പ്രതികൂലമാക്കിയോ എന്നൊക്കെ ഒരു സംശയം എനിക്കുണ്ട്. പക്ഷെ എനിക്ക് ആരോടും പരാതിയില്ല. എനിക്ക് ബിഗ് ബോസ് എനിക്ക് വലിയൊരു ഫ്യൂച്ചറാണ് തുറന്നിട്ട് തന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വരെ ഞാൻ എവിടെയും പരാതി പറഞ്ഞിട്ടില്ല, പരിഭവം പറഞ്ഞിട്ടില്ല. പക്ഷേ പരിഭവം തന്നെയാണ് എൻ്റെ ചെറിയൊരു ചിന്തിക്കുക. ഞാൻ ചിലപ്പോൾ മേ ബി എന്തെങ്കിലും എനിക്കൊക്കെ പോസിറ്റീവായിട്ട് വരേണ്ട കുറേ കാര്യങ്ങൾ മിസ്സായി പോയോ എന്നൊരു സംശയം. പക്ഷെ എന്താണെങ്കിലും ഇപ്പം സെക്കൻഡ് റണ്ണറപ്പ് അല്ല, സെക്കൻഡ് റണ്ണറപ്പ് ആയില്ലേ, ചില കുറേ നല്ല നല്ല മുഹൂർത്തങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് ശരിക്കും ഷാനവാസ്കൊക്കെ. എനിക്ക് തോന്നുന്നു ആദില നൂറേനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന ഒരു സീൻ ബിഗ് ബോസ് ഈ സീസൺ 7 ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. അത് നിങ്ങൾ അറിഞ്ഞില്ല, പക്ഷെ ഇവിടെ പുറത്ത് അത്രയും സെലിബ്രേറ്റ് ചെയ്തൊരു സാധനമായിരുന്നു. ഒരു ബ്രദർലി ഫീല്. കാരണം അത്രയും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അവർ വന്ന് ഹഗ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന ഒരു മൊമെന്റ് ഒക്കെ ഇല്ലേ, ആ ഒരു സീനായിരുന്നു. അതായത് ഒരു ചേട്ടന് അനിയത്തിമാർ തെറ്റിദ്ധരിക്കുന്നു, പിന്നീട് അവരുടെ തെറ്റിദ്ധാരണ മാറി അവർ കെട്ടിപ്പിടിക്കുമ്പോൾ ആ ഒരു വിഷമവും സങ്കടവും ഒക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് നിങ്ങളൊരു നിപ്പ് നിന്നായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇവിടെ നമ്മുടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറിയൊരു മൊമെന്റ് ആയിരുന്നു. നമ്മുടെ ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റിനെ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും സെലിബ്രേറ്റ് ചെയ്തൊരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. അതിൻ്റെ ഒരു വീഡിയോയും കൂടി കാണിച്ചത്. ഇതായിരുന്നു ആ ഒരു നല്ല രസമല്ലേ. ഞാൻ കണ്ണിനൊക്കെ വെള്ളം വന്നത് സത്യസന്ധമായിട്ട് എന്തൊക്കെ ഞാൻ സീക്രട്ട് ടാസ്ക് ഗെയിമായിട്ട് കണ്ട് കളിച്ചെങ്കിലും പക്ഷെ ആ ഒരു നിമിഷം എനിക്ക് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അതായത് ഹഗ് ചെയ്യണോ, വിഷമവും ഉണ്ട്, അല്ലാത്തൊരു അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അതെ അതെ, ആ ഒരു മൊമെന്റ് ആയിരുന്നു. ആ സമയത്ത് അതിലായിട്ട് ഞാൻ ചെറിയൊരു പിണക്കത്തിൽ നിൽക്കുന്ന സമയമാണ്. ഞാൻ അതുകൊണ്ട് എനിക്കൊരു സീക്രട്ട് ടാസ്ക് ഞാനൊരു സീക്രട്ട് ടാസ്ക് പൊളിച്ചു എന്നും പറഞ്ഞിട്ടായിരുന്നു. അതിനെക്കുറിച്ചും എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതും ഞാൻ പറയാലോ, എനിക്കതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര്യന് അവിടെ ഒരു മായാമോഹിനി എന്ന് പറഞ്ഞ ഡാൻസ് മാരത്തോണിൽ മായാമോഹിനിയിലൊരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടും എന്നുള്ളത് പറയുന്നു, കൂടുതൽ കോയിൻസ് കിട്ടിയതുകൊണ്ട്. അപ്പോൾ ആ കൂടുതൽ കോയിൻസ് കിട്ടിയത് അവിടെ ശരിക്കും അനുമോൾക്കായിരുന്നു, 18 കോയിൻ, സ്വർണ്ണ കോയിൻ. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം അനുമോൾക്ക് ആ പ്രിവിലേജ്, ആ ഇമ്മ്യൂണിറ്റി പവർ കിട്ടരുത് എന്ന് വിചാരിച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ടീം ഒരു കളി കളിച്ചു, ഇൻക്ലൂഡിങ് ആദിലടക്കം. ആദില മറ്റേ എന്താ പറയുക, ആര്യന് 4 കോയിൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അക്ബർ കയ്യിലുള്ള മുഴുവൻ കോയിനും കൊടുത്തു. അത് കഴിഞ്ഞ് നവീൻ കയ്യിലുള്ള 9 കോയിനും കൊടുത്തു. അങ്ങനെ 26 കോയിനൊക്കെ ആയി. അനുമോളെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അനുമോളെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം കോയിൻസ് കൊടുത്ത പോലെ എനിക്ക് തോന്നി. അപ്പോൾ ശരിയല്ലല്ലോ. ഞങ്ങളെല്ലാവരും 1, 2, 3 കോയിൻ കൊടുത്തിട്ടാണ് അനുമോൾക്ക് 18 കോയിനായത്. അവൾക്ക് അർഹതപ്പെട്ട ഒരു ഇതായിരുന്നു അത്. അപ്പോൾ ആ അർഹതപ്പെട്ട ആ ഒരു ഇത്, കാരണം അവൾ കിലുക്കത്തിലെ രേവതിയുടെ ക്യാരക്ടർ നല്ല അതിമനോഹരമായിട്ട് ചെയ്തു. അപ്പോൾ അവൾക്കത് അർഹതപ്പെട്ടതായിരുന്നു. ആ അർഹതപ്പെട്ട ആ ഒരു സാധനം ഇവരെല്ലാവരും കൂടെ കൂടി ഗ്രൂപ്പ് കളിച്ച് ഇല്ലാതാക്കുന്നു എന്ന് കണ്ടപ്പോൾ അതെനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ ആര്യന് കിട്ടരുത് എന്നെൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഗെയിമാണല്ലോ. അങ്ങനെ
അതിൻ്റെ ഭാഗമായിട്ടാണ് ആര്യൻ ഈ സീക്രട്ട് ടാസ്ക് കിട്ടിയത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവിടെ ഫുഡ് കഴിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, അവിടെ ചിക്കൻ വരുന്നു, ചിക്കൻ്റെ അവശിഷ്ടങ്ങൾ കാണുന്നു, കാല് കാണുന്നു, എല്ലാം കാണുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇവൻ സീക്രട്ട് ടാസ്ക് ആണെന്ന് പറയുന്നു. എൻ്റെ ഓപ്പോസിറ്റിലുള്ള ആൾക്കാർ മുഴുവൻ, അതുവരെ എനിക്ക് ഓപ്പോസിറ്റ് നിന്നിരുന്ന ആൾക്കാരൊക്കെ എന്നെ ഭയങ്കര സ്നേഹിച്ച് ഈ ഷാനവാസ് അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഈ സീക്രട്ട് ടാസ്ക് ആര്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര്യന് എന്തെങ്കിലും ഇമ്മ്യൂണിറ്റി പവർ കിട്ടുമായിരിക്കും. എൻ്റെ ചിന്തയാണത്, കിട്ടുമായിരിക്കും. നമ്മൾ ചിന്തിച്ചു പോകും. കാരണം അപ്പോൾ ആര്യന് ആ ഒരു പ്രിവിലേജ് കിട്ടരുത്, ആ ഇമ്മ്യൂണിറ്റി പവർ കിട്ടരുത്. അത് ഗ്രൂപ്പ് കളിച്ച് കിട്ടിയതാണ്. അപ്പോൾ അത് ആര്യന് കിട്ടാൻ പാടില്ല. അപ്പോൾ ആര്യൻ്റെ സീക്രട്ട് ടാസ്ക് പൊളിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം. അല്ലാതെ സീക്രട്ട് ടാസ്ക് മനസ്സിലാക്കണം അല്ല. എനിക്ക് ആ സീക്രട്ട് ടാസ്ക് ഇമ്മ്യൂണിറ്റി പവർ ആര്യന് കിട്ടരുത്, അതായിരുന്നു എൻ്റെ. പക്ഷെ എനിക്കത് അവിടെ പറയാൻ വയ്യല്ലോ. എനിക്കവിടെ പറയാൻ വയ്യ. എനിക്കിപ്പോൾ പറയാമല്ലോ, ഞാൻ ബിഗ് ബോസ് നിന്ന് പുറത്താണ്. അതെ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത് പൊളിക്കുക എന്നുള്ളതാണ്. അത് പൊളിക്കുക എന്ന് പറഞ്ഞാൽ അത് സീക്രട്ട് ടാസ്ക് 10 പേരെയും കൺവിൻസ് ചെയ്ത് ഫുഡ് കൊടുത്ത് സാബു മോനെ അകത്ത് കയറ്റുക എന്നുള്ളതാണ് ടാസ്ക് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷേ 7ാമത്തെ ആളായ ഞാൻ അത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ബിഗ് ബോസ് മറ്റേ ആര്യന് ടീമിനും അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. 10 പേരെയും കൺവിൻസ് ചെയ്താലാണ് സീക്രട്ട് ടാസ്ക് കംപ്ലീറ്റ് ആവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ വല്ല ക്ലോസ് ഉണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ എപ്പിസോഡ്സ് ഒന്നും കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു കേട്ട് മനസ്സിലാക്കിയിടത്തോളം അതങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ 10 പേരെ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. 10 പേരെ കംപ്ലീറ്റ് ചെയ്യാതെ എങ്ങനെ ആര്യൻ്റെ സീക്രട്ട് ടാസ്ക് വിജയിക്കും? അതിനെങ്ങനെ കൈയടി നേടും? അതിനെങ്ങനെ അഭിനന്ദനങ്ങൾ നേടും? എനിക്ക് മനസ്സിലായില്ല. പരാതികളുണ്ട്, പരിഭവങ്ങളുണ്ട്, പക്ഷേ ഞാൻ അത് എവിടെയും പറയുന്നില്ല. ആ സീക്രട്ട് ടാസ്കിൻ്റെ പുറത്ത് ഞാൻ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. ഞാൻ സീക്രട്ട് ടാസ്കുകൾ പൊളിക്കുന്ന ഒരാളാക്കി എന്നെ ചിത്രീകരിക്കുകയുണ്ടായി. എനിക്ക് മനസ്സിലായി, ഇന്നും മനസ്സിലാകാത്തൊരു കാര്യമാണ്. പക്ഷെ എനിക്ക് ആരോടും ഒന്നും ഇതില്ല. എനിക്കത് ബിഗ് ബോസിൻ്റെ ഗുണങ്ങൾ മാത്രമേ ഞാൻ അനുഭവിക്കാൻ വിചാരിക്കുന്നുള്ളൂ. പക്ഷെ എനിക്കത് എപ്പോഴും മനസ്സിലാകാത്തൊരു സംഭവമാണ് എന്താണെന്നുള്ളത്. പക്ഷേ ആ ഒരു ഇൻസ്റ്റന്റിൽ നിന്നാണ് ആ ഒരു തെറ്റിദ്ധാരണ. പക്ഷേ അതല്ല, അങ്ങനെ ഒരു സീക്രട്ട് ടാസ്ക് അല്ലെങ്കിൽ സീക്രട്ട് ടാസ്ക് പൊളിച്ചൊരാൾ, ടാസ്കുകൾ പൊളിക്കുന്ന ആൾ എന്നുള്ളൊരു ചീത്തപ്പേര് എൻ്റെ മേലിൽ നിന്നും എനിക്ക് മാറ്റണം എന്നെനിക്കൊരു തോന്നലുണ്ടായി. എങ്ങനെ? എനിക്കൊരു സീക്രട്ട് ടാസ്ക് തന്നു. ആ സീക്രട്ട് ടാസ്ക് ഞാൻ അതിമനോഹരമായിട്ട് വെറും 10 മിനിറ്റ് കൊണ്ട് ഇവിടെ നിൽക്കുന്ന 6 പേരെയും കൺവിൻസ് ചെയ്തിട്ട് ഞാൻ അതിമനോഹരമാക്കി കയ്യിൽ കൊടുത്തു. സീക്രട്ട് ടാസ്ക് ഒന്നാമത് എനിക്ക് സീക്രട്ട് ടാസ്കുകളെ കുറിച്ച് വ്യക്തതയില്ല, അറിയില്ല. പിന്നെ ഈ ഒരു ടാസ്ക് ആര്യൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആര്യൻ ഇമ്മ്യൂണിറ്റി പവർ കിട്ടും, അത് പൊളിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ഗെയിം. ഇതെൻ്റെ ഗെയിമാണ്. സീക്രട്ട് ടാസ്ക് പൊളിച്ചത് എൻ്റെ ഗെയിമാണ്. എനിക്ക് ഗെയിം കളിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ, അതിനല്ലേ ഞാനവിടെ പോയിട്ടുള്ളത്. പിന്നെ അതെങ്ങനെ ഈ രീതിയിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ അത് ഉടനെ തന്നെ തിരുത്തുകയും ചെയ്തല്ലോ. അല്ല, അത് എനിക്ക് സീക്രട്ട് ടാസ്ക് എന്നപ്പോ അത് ഞാൻ എനിക്ക് ബിഗ് ബോസിനോട് ചോദിച്ചാൽ വെറും 10 മിനിറ്റാണ്. 10 മിനിറ്റോട് ഞാൻ കൺവിൻസ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടിയത് അതേ ഫുഡ് ഈ സീക്രട്ട് ടാസ്ക് വിജയിച്ചു കഴിഞ്ഞാൽ നമുക്കും കിട്ടും. നമുക്ക് വീക്കെൻഡിൽ വരുന്ന വെജിറ്റേറിയൻ ഫുഡിന് പകരം നമുക്ക് നല്ല മന്തിയും അൽഫാമും ഷവായൊക്കെ കിട്ടും. ഇത് അതിലെ ഒന്ന് ഫേക്ക് എവിക്ഷൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വീണു. അത് ആരോട് പറഞ്ഞു? അക്ബറിനോട് പറഞ്ഞു. അക്ബർ വീണു. ഞാൻ അക്ബറിനെ ചൂസ് ചെയ്തു മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. അതെന്താ അക്ബറിനെ ചൂസ് ചെയ്യാൻ തോന്നി? അക്ബർ പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിന്റെ ഗ്രൂപ്പിലുള്ള കുറച്ചെണ്ണം ഒറ്റയ്ക്ക് കേൾക്കും. അതെന്ന് വെച്ചാൽ നമുക്ക് ബുദ്ധിയല്ല വേണ്ടത്. ഇത് ഇവളൊരുപാട് തെറ്റിദ്ധാരണ വഴക്കിട്ടേണ്ട ഒരുപാട് പിണങ്ങി നടക്കുകയാണ് ആദിലയുടെ പണക്കം മാറ്റണം. അക്ബറിനും ടീമിനെയും അക്ബറിനോട് ഒരൊറ്റ ഫുഡുണ്ട്, ഇതാണ് നിനക്ക് സീക്രട്ട് ടാസ്ക് നിനക്ക് അറിയുന്നതല്ലേ, നീ എന്തായാലും അറിയുന്ന ആൾ നീ പൊളിക്കാൻ നിൽക്കില്ലല്ലോ, അതുകൊണ്ട് നിന്നാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞപ്പോൾ അവൾ വീണു. 10 മിനിറ്റ് കൊണ്ട് ഞാൻ എല്ലാം റെഡിയാക്കി.
പക്ഷേ ആ ഒരു സമയത്ത് കുറേ തെറ്റിദ്ധരിച്ചല്ലോ. ഇപ്പം അതിലേക്കാണെങ്കിലും നിങ്ങൾ അത്രയും ക്ലോസ് ആയിട്ട് നിന്നിട്ട്. അല്ല, എനിക്കറിയാം ഞാൻ ഒരു സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്നുള്ളതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഒരു നിമിഷം കൊണ്ട് ഞാൻ അതിലേ ചൂസ് ചെയ്തതും അക്മറിനെ ചൂസ് ചെയ്തു. ക്ലൈമാക്സ് എന്താണെന്ന് എനിക്കറിയാം, എങ്ങനെ സ്ക്രീൻ പ്ലേ ചെയ്യണമെന്ന് എനിക്കറിയാം. കറക്റ്റ് സ്ക്രീൻ പ്ലേ ചെയ്ത് കറക്റ്റായിട്ട് വന്നു, അത് നല്ല ഔട്ട് കിട്ടി. അതെ അതെ അതെ, എനിക്ക് തോന്നുന്നു വെണ്ണില കൊമ്പിലെ രാപ്പാടി ആ സോങ് ആയിരുന്നു അത്. ആ ഒരു സമയത്ത് അതായത് ഓരോ മാക്സിമം ഈ സ്ക്രീൻ പ്ലേയുടെ ഭാഗമായിട്ട് തന്നെ അവളെ ഓരോരുത്തരും വന്ന് മറ്റേ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഓരോരുത്തരും വന്ന് അതിൻ്റെ റീസണും പറയുമ്പോഴേക്കും ഞാൻ അവളെ മുന്നിൽ ഇങ്ങനെ കൈയടിക്കും. അപ്പോഴൊക്കെ അവളെ കണ്ണിങ്ങനെ ചുവന്ന് വരും, ദേഷ്യം ഇങ്ങനെ കയറി വരും അതിലേടെ. ഓരോരുത്തരും വന്ന് ഇങ്ങനെ അവളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കൈയടിക്കും. പിന്നെ ലാസ്റ്റ് ഷെയ്ക്കൻ്റെ തരാൻ വന്നപ്പോൾ ഞാൻ ഷെയ്ക്കൻ്റെ കൊടുത്തില്ല. ലാസ്റ്റ് അവൾ പറഞ്ഞു, എല്ലാവരും സെൽഫി എടുത്തപ്പോൾ പറഞ്ഞു ആ മനുഷ്യൻ മാത്രം സെൽഫി എടുക്കാൻ വരണ്ട, ഫോട്ടോക്ക് വരണ്ട. അപ്പോഴാണ് ഞാൻ അവിടെ നിന്നത്. പക്ഷെ അത് നല്ലൊരു, എന്തായാലും പാർട്ട് ഓഫ് ദ സീക്രട്ട് ടാസ്ക് ആയിരുന്നെങ്കിലും നല്ലൊരു മൊമെന്റ് ആയിരുന്നു. അതെ അതെ, തീർച്ചയായും കുറേ നല്ല നല്ല മൊമെന്റ്സ് ഉണ്ട്. എനിക്ക് ആ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവസാനത്തോട്ട്. ഞാൻ ആദ്യമൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കൂടെ കൂട്ടിയതായിരുന്നു. പക്ഷെ അവസാനത്തേക്ക് എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്. അനീഷിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ തന്നെ എൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ നിന്നിരുന്ന അവരെനിക്ക് അവർ എന്ത് ചെയ്തു എന്നുള്ളതൊന്നും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിയിട്ട് എപ്പിസോഡ്സ് കാണാത്ത തന്നെ എൻ്റെ ആ ഇതൊന്നും തകരരുത് എന്ന്, അല്ലെങ്കിൽ ഞാൻ എപ്പിസോഡ്സ് കാണും. ഈ എപ്പിസോഡ്സ് കാണാത്തത് തന്നെ ഞാൻ മനസ്സിലോരോ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക്. ആ സ്ഥാനം പോകരുത്, ആ സ്ഥാനം തകരരുത് എന്ന് കരുതിയിട്ടാണ്. പലരും പലതും പറയുന്നത് ഞാൻ കേട്ടു, പല ഷോർട്സും പല റീൽസൊക്കെ ഞാൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ കണ്ടു. അപ്പോഴൊക്കെ ഭയങ്കര വിഷമം തോന്നി. അപ്പോൾ തോന്നി വേണ്ട, എപ്പിസോഡ്സ് കാണണ്ട. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലൊരു നീറ്റലായിരിക്കും. അതുകൊണ്ട് ഞാനത് കണ്ടില്ല. ഞാൻ ആക്ച്വലി കണ്ടില്ല. റീ എൻട്രിക്ക് ശേഷം റീ എൻട്രി എപ്പിസോഡ്സ് കാണണം എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു ഇറങ്ങിയ സമയത്ത്. പക്ഷേ ചിലതൊക്കെ നമ്മളിങ്ങനെ അറിയുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഞാൻ വിചാരിച്ചു കാണണ്ട, അവിടെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു റീ എൻട്രിയിൽ, അത് അങ്ങനെ തന്നെ അവസാനിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ കണ്ടിട്ടില്ല ഒന്നും. പക്ഷേ എന്നാലും ഇപ്പോൾ എന്തൊക്കെ ഗെയിമാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെല്ലുന്ന സമയത്ത് പല ആൾക്കാരും നമ്മൾ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ പല ആൾക്കാരെയും പാർട്ട് ഓഫ് ദ ഗെയിമിൽ നമ്മൾ പലതും ചെയ്യും. പക്ഷെ ഒരു മൊമെന്റ് കഴിയുമ്പോഴേക്കും ആരൊക്കെയോ നമ്മുടെ ആരൊക്കെയായിട്ട് മാറുന്ന കുറേ സിറ്റുവേഷൻസ് അതെല്ലാം ബിഗ് ബോസിലും ഉണ്ടാവുന്നതാണ്. അങ്ങനെ നമ്മൾ ആൾക്കാർ നെഞ്ചിലേറ്റിയ ഒരു സൗഹൃദമായിരുന്നു അനീഷേട്ടനായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവിടെ ഉള്ള സമയത്താണെങ്കിലും കയറുന്നതിന് മുന്നേ ആണെങ്കിലൊക്കെ ഷാനവാസ്ക്ക് അനീഷേട്ടനെ മറ്റേ കോംബോ ഓടിക്കാനാണോ സ്ക്രീൻ സ്പേസിനാണോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ എൻഡിലേക്ക് വരുമ്പോഴേക്കും മനസ്സിലായി നിങ്ങൾ തമ്മിൽ അവിടെ എന്തോ ഒരു നമ്മൾ കാണാത്ത എന്തോ ഒരു സാധനം ഓൾറെഡി ഉണ്ടായി കഴിഞ്ഞു അവിടെ. കാരണം വൈരാഗിനെ ഗൃഹസ്ഥനാക്കിയെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നിന്നൊരു അനീഷേട്ടനെ എന്താ പറയുക, പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്തു. അതായത് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണ്ട, നിങ്ങൾ ഇനി ഒരു കയ്യകലത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞ ആളായിരുന്നു അനീഷേട്ടൻ. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴേക്കും ആ അനീഷേട്ടൻ പറയാം എല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരണം. ഞാൻ വന്നോട്ടെ, തൃശ്ശൂർ എത്തിയിട്ട് എന്നെ വിളിച്ചാൽ മതി. അങ്ങനെ ആയി. ആരെയും കെട്ടിപ്പിടിക്കാത്ത അനീഷേട്ടൻ കെട്ടിപ്പിടിച്ച ഒരാൾ ഷാനവാസ്കായിരുന്നു. ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട്, ഉമ്മ തന്നിട്ടുണ്ട്. അതിങ്ങനെ ഒരു മനുഷ്യനിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നു, അത് ഭയങ്കര കഴിവാണ്. ഗെയിമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെ നിന്നൊരു വ്യക്തിയായിരുന്നു അനീഷേട്ടൻ. അല്ല എന്നാലും ഞങ്ങൾ പരസ്പരം അടിയുണ്ടാക്കും, നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, എവിക്ഷൻ നോമിനേഷൻ വരെ ചെയ്തിട്ടുണ്ട്, ട്രിഗർ ചെയ്തിട്ടുണ്ട്, വഴക്ക് കൂടിയിട്ടുണ്ട്. സൗഹൃദം ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഗെയിം കളിക്കാൻ ഞങ്ങൾ മറന്നിട്ടില്ല. ഇല്ല, ഞങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ഗെയിം കളിക്കാൻ വന്നാണല്ലോ. അതെ, ഗ്രൂപ്പൊക്കെ തകർന്നു പോവും ഓരോ ഘട്ടെത്തുമ്പോൾ. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമിനേറ്റ് ചെയ്യേണ്ടി വരും, ഗെയിം കളിക്കേണ്ടി വരും, ഒക്കെ കളിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ വന്ന് ഒരു സ്നേഹം ഉള്ളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വരുമ്പോഴും ഗെയിം കളിക്കാൻ ഞങ്ങൾ മറന്നിട്ടില്ല. പരസ്പരം ഗെയിം കളിച്ചിട്ടുണ്ട്. അവൻ എന്നെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ഓപ്പൺ നോമിനേഷൻ വരെ ചെയ്തിട്ടുണ്ട്. അവൻ എന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവനെ ചെയ്തിട്ടുണ്ട്, ജയിൽ നോമിനേഷൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടാതിരുന്നിട്ട് വഴക്ക് കൂടിയിട്ടുണ്ട്. എന്നാലും സൗഹൃദത്തിന് യാതൊരു കുറവില്ല. അത് എപ്പോഴും ഒരു കോണിൽ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ്. അതിൻ്റെ ആ ഒരു
ഒരു സൗഹൃദത്തിൻ്റെ ആ ശക്തി ഇന്ന് 10 മടങ്ങായിട്ട് ഞങ്ങളുടെ ഇടയിലുണ്ട്. ഒരു ദിവസം 2-3 തവണയെങ്കിലും അവൻ എന്നെയും ഞാൻ അവനെയൊക്കെ വിളിക്കാറുണ്ട്. കൂടുതലും അവൻ എന്നെ വിളിക്കാറ്. അവന് എന്തൊരു സന്തോഷമുള്ള എന്തൊരു കാര്യം അവൻ്റെ ലൈഫിൽ നടന്നാലും ഒന്നെങ്കിൽ സാക്ഷ്യം ചോദിക്കാനോ അല്ലെങ്കിൽ ആ സന്തോഷം പങ്കുവെക്കാനോ എന്നെ അവൻ വിളിക്കും. ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും അവൻ എന്നെ ഇങ്ങോട്ട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറയും. എല്ലാതും ഞാൻ ചിലപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, കാരണം തിരക്കാന്നല്ല, ഇത് വിളിക്കാൻ എന്നല്ല, അവൻ എന്നെ കൂടുതൽ ചോദിക്കുന്നത് എൻ്റെ ഇത്രയും ഒരു 15 വർഷത്തെ ഈ ഇൻഡസ്ട്രിയിലെ എക്സ്പീരിയൻസ് കാരണം എന്നോട് അഭിപ്രായം ചോദിക്കാനാണ് വിളിക്കാറ്. ഞാൻ അവനോട് അഭിപ്രായം ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, അവൻ എന്നോട് അഭിപ്രായം ചോദിക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങനെ വിളിക്കാറില്ല. എന്നാലും ചില കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. പക്ഷേ അവൻ എന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും സന്തോഷം പങ്കിടാനോ എല്ലാത്തിനും എന്നെ വിളിക്കും, അഭിപ്രായം ചോദിക്കാൻ വിളിക്കും, എല്ലാം ഷെയർ ചെയ്യാം. എന്താ അനീഷേട്ടനായിട്ട് ആ ഒരു സൗഹൃദം കാരണം അവിടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു, അക്ബർ ഉണ്ടായിരുന്നു, നീൽ ഉണ്ടായിരുന്നു, അഭിചേട്ടൻ ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. എങ്ങനെയാണ് അനീഷേട്ടനിലേക്ക് ആ ഒരു കോംബോ പോയത്? നമ്മളിപ്പോൾ വിചാരിക്കാണ്ട് കണക്റ്റ് ആവുന്ന ആൾക്കാരാണല്ലോ. അനീഷേട്ടനോട് കോംബോ പോയതെന്ന് ചോദിച്ചാൽ, അനീഷിൻ്റെ ഗെയിം എനിക്ക് തുടക്കം മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഭയങ്കര മാസമായിരുന്നു തുടക്കത്തിൽ, ആരെ കണ്ട് എണീക്കില്ല. അപ്പോൾ അത് പക്ക ഗെയിമാണെന്ന് എനിക്ക് നന്നായിട്ട് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അത് എൻ്റെ തോന്നലതായിരുന്നു, ഇത് ഗെയിമാണ്, ഇതല്ല അനീഷ്, ഈ അനീഷിനെ എനിക്ക് പൊളിച്ചെടുക്കണം. ഞാൻ ആദ്യമൊക്കെ എന്നോട് കുറേ കഴുതേ, മരക്കഴുതേ, പൊട്ട എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ തിരിച്ചും അതേപോലെ തന്നെ തിരിച്ചും ഞാൻ കൗണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി ഇവനെ ഇങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്, സൗഹൃദം കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യും. പല സമയത്തും ഞാൻ നിന്നെ അങ്ങനെ തോന്നി ഇവളെ അങ്ങനെ കൈകാര്യം ചെയ്ത. അപ്പം ആ ലെവലിലോട്ട് കൊണ്ടുവന്ന് ഇവൻ എന്താന്നുള്ളത് ഒരുവിധം എനിക്ക് മനസ്സിലാകുന്നത്. ഈ കാണിക്കുന്നതൊന്നല്ല അനീഷ്. അനീഷ് പക്കൊരു ഗെയിമറാണ്, അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അയ്യോ സത്യം, നല്ലൊരു ഗെയിമറാണ് ആള്. എങ്ങനെ എന്തായതെന്നല്ല ഇപ്പോഴും അറിയില്ല, അയാൾ എന്താണ് സ്ട്രാറ്റജി യൂസ് ചെയ്തിരുന്നോ, ഗെയിമിന് വേണ്ടി യൂസ് ചെയ്തതാണോ ഒന്നും എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ അനീഷ് ഒരു പക്ക ഗെയിമറാണ്. അപ്പോൾ അതിന് ഞാൻ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. എനിക്ക് അതുകൊണ്ട് തന്നെ അയാളുടെ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവർ ബിഹേവ് ചെയ്യുന്ന പോലെയല്ല എന്നോട് അനീഷ് പെരുമാറിയിരുന്നത്. അനീഷ് പല സമയത്തും എന്നോട് വിശേഷങ്ങൾ ചോദിക്കുകയും എൻ്റെ പ്രശ്നങ്ങളെ ചോദിക്കുകയും എനിക്ക് സുഖമാണോ ചോദിക്കുകയും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും, അങ്ങനെയുള്ള ഒരാളല്ലേ നമുക്ക് സുഹൃത്തായിട്ട് വേണ്ടത്. എപ്പോഴും നമ്മളെ ട്രിഗർ ചെയ്യും, നമ്മളോട് വഴക്ക് കൂടാൻ വരികയും നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് നമുക്ക് സൗഹൃദം തോന്നില്ലല്ലോ. നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരോടാണ് നമുക്കൊരു സൗഹൃദം തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ആളുകൾ ഇപ്പോഴും ആഗ്രഹിക്കുന്ന, അതായത് നിങ്ങളെക്കാൾ കൂടുതൽ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സൗഹൃദം തുടർന്ന് ഇതിലും കൂടുതൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ. അങ്ങനെ കുറേ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അകത്തായതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളം അറിയില്ല എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവുന്നു. പക്ഷെ ഇവിടെ അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സൗഹൃദങ്ങളിൽ ഒന്ന് നമ്മുടെ പട്ട ഗേൾസ്, ഇന്നൊന്ന് അനീഷേട്ടനെ ഷാനവാസ് ഖാൻ. കുറേ വീഡിയോസ് ഉണ്ട്. അപ്പം അതിൽ ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് കാണിച്ചു തരാം. കാരണം എല്ലാം കാണിക്കാൻ നിന്നാൽ നമ്മളൊരു സിനിമ ഇറക്കേണ്ടി വരും. ടാസ്ക് ഇല്ലേ മറ്റേ, അത് കൂടാതെ വേറൊരു വീഡിയോയും കൂടി ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. ആ പഴം കഴിക്കുന്നത് അവരിപ്പോ എന്റെ പഴം എപ്പോഴാ പോയത്, ഇപ്പൊ ഇറങ്ങിയത് ശേഷം ചോദിക്കുക എന്റെ പഴം എടുത്ത് തിന്നുന്നവിടെ കള്ളാത്. എന്നെ തലങ്ങണി അറിയുന്നതും അത് നല്ല രസമായിരുന്നു. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം ആ ലവ് യു പറഞ്ഞ ടാസ്ക് റിയാസ് വന്നു, അത് നല്ല അടിപൊളിയല്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ എങ്ങനെ പിന്നെ സൗഹൃദം വരാതിരിക്കാൻ ഞങ്ങളുടെ ഇടയിൽ? ഇത് ഭയങ്കര രസമല്ലേ? നല്ല രസമായിരുന്നു. ഇത് കണ്ടിട്ട് കുറേ റീൽസ് കാര്യങ്ങളെല്ലാം എനിക്ക് നമ്മളെ ഫ്രണ്ട്സും കാര്യങ്ങളെല്ലാം എനിക്ക് അയച്ചു തരും.
അപ്പം അതാണ് ഞാൻ ആകെ കണ്ടിട്ടുള്ളത് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ്സ് ഒന്നും കാണാൻ ഞാൻ നിന്നില്ല. നല്ലതാണ്. ഇങ്ങനത്തെ നല്ല മുഹൂർത്തങ്ങളൊക്കെ എനിക്ക് ഇങ്ങനെ വരും. എനിക്കത് മാത്രം അയച്ചു തന്നാൽ മതി എന്ന് പറയും. എല്ലാവരുമായിട്ടുള്ള നല്ല മുഹൂർത്തങ്ങൾ മൊത്തം എനിക്ക് അയച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം നല്ല രസകരമായുള്ള മുഹൂർത്തമാണ്. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ടെൻഷൻ അടിച്ചൊരു സിറ്റുവേഷൻ ആയിരുന്നു, വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അന്ന് എനിക്ക് തോന്നുന്നു ഞാനും അക്കൗണ്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എന്താ അവസ്ഥ എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. ശരിക്കും അന്ന് എന്ത് പറ്റിയതാ? അത് എനിക്ക് വലിയൊരു പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഒരു ഒരു കട്ടിയുള്ള ഒരു മറ്റേ കവറായിരുന്നു അത്, പാലിൻ്റെ. അതിൻ്റെ ആ ഷാർപ്പ് ഉള്ള എഡ്ജാണ് എൻ്റെ ഇവിടെ വന്ന് തട്ടി. അപ്പോൾ എനിക്കൊരു വേദന ഉണ്ട്. ആ സമയത്ത് എനിക്കെന്തോ BP ലോ ആയി അങ്ങനെ എന്തോ തോന്നുന്നു, ഒരു തലകറക്കോ എന്തോ ഒരു സാധനം വന്നു. പക്ഷെ കൺഫെഷൻ റൂമിലോട്ട് കൊണ്ടുപോയി അവിടുന്ന് ഡോക്ടേഴ്സ് എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പോഴേ ഞാൻ ഓക്കെ ആയി. ഞാൻ ബിഗ് ബോസിനോട് പറഞ്ഞു, ബിഗ് ബോസ് ഞാൻ ഓക്കെയാണ്. അപ്പോൾ അവർക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അവർക്കൊരു നമ്മളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാം ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എല്ലാ ചെക്കപ്പും നടത്തി അവർ, ഓൾമോസ്റ്റ് എല്ലാ ചെക്കപ്പും നടത്തി. അതിന് എനിക്ക് അവരോട് നന്ദിയുണ്ട്. കാരണം അവർ എല്ലാം ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് എന്നെ ബിഗ് ബോസിന് അകത്തോട്ട് തിരിച്ചു വിട്ടത്. പക്ഷെ അന്ന് നിങ്ങൾക്ക് വേണ്ടി കേരളം മൊത്തം പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അവരോട് ചോദിച്ചു, ആ ടീമിനോട് ചോദിച്ചു, എന്നെ ഫുള്ള് കണ്ണൊക്കെ കെട്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എന്നെ കൊണ്ടുപോകല്ലേ, ഞാൻ ഓക്കെയാണ്, എന്നെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല, പിന്നെ എനിക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റില്ല, എൻട്രി വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകല്ലേ. ഞാൻ അന്നും ടെൻഷൻ അടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങൾക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് അങ്ങനെ ഷാനുവിനെ ഇടാൻ പറ്റില്ലല്ലോ. ഒരു എന്തിനെങ്കിലും വേണ്ടിയിട്ട് ഞങ്ങളുടെ എന്തെങ്കിലും കാര്യലാഭത്തിന് വേണ്ടിയിട്ട് ഷാനുവിനെ അതിനകത്തോട്ട് വിടാൻ പറ്റില്ല. ഷാനുവിൻ്റെ ഹെൽത്ത് ഞങ്ങളുടെയും കൂടിയും എന്താ പറയുക, ഞങ്ങളുടെയും കൂടിയും ഒരു മുഖ്യമാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്കത് ഉറപ്പ് വരുത്തണം ഷാനുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. എന്തായാലും അനീഷേട്ടനായിട്ട് ഭയങ്കര എല്ലാ ദിവസം വിളിക്കാറുണ്ടെന്നൊക്കെയല്ലേ, ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കൂ. ഓ ഷുവർ, വീഡിയോ കോൾ. എന്തത് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത്? വല്ല മറ്റേ ഞാൻ അത് ആൾറെഡി വിളിക്കുമെന്ന് നിനക്കറിയാമോ? എവിടെ നിൽക്കുന്നത്? എന്തോ ഒരു പരിപാടിയിൽ എന്തോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എന്തോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരോ ഫോണും പിടിച്ച് നിൽക്കുകയാണല്ലോ. എന്താ പരിപാടി? എന്തോ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാനുള്ള പരിപാടി. അടുത്ത ഉദ്ഘാടനത്തിന്റെ വീഡിയോ ആണോ? ആ ശരി, അടുത്ത ഉദ്ഘാടനത്തിന്റെ അല്ല, അതൊരു വീഡിയോ എന്റെ ബുക്കിന്റെ പ്രൊമോഷനുമായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാറ്റ്സ്. അല്ലല്ല, ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. എന്ത് കാര്യമാണ്? ചായ കുടിച്ചാ? ചോറുന്നാ? എന്ത് ദേഷ്യം വരുന്നുണ്ടാ? എവിടെ ഇപ്പൊ സത്യം? തലക്കിട്ട് ബിഗ് ബോസ് ഒരുത്തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. മാറിയിട്ടില്ല. ഇപ്പോഴും ആ പൊന്നീച്ച ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെന്താ വിശേഷം? എൻ്റെ കൂടെ ഒരാളുണ്ട്. ഞാൻ ഒരു ആളടുത്ത് ഇരിക്കുകയാണ്. അതെങ്ങനെ മനസ്സിലായി? നമ്മുടെ ക്യാമറ കാണുന്നുണ്ടോ? ആ ശരി, ക്യാമറ ഉണ്ടല്ലേ. ഇവിടെ ഒരാൾ എൻ്റെ കൂടെ ഉണ്ട്. ഏത് വണ്ടിയാന്ന് ഇപ്പോഴും പറഞ്ഞില്ല കേട്ടാ. ഇതാരാ? എന്തോ ഒരു പേടി പോലെ. അയ്യോ മസ്താനിയൊക്കെ അയ്യോ നിന്നെ ട്രാഫിലാക്കിയത് രസം, അത്രേ ഉള്ളൂ. മസ്താനിക്ക് എന്തെങ്കിലും ചോദിക്കണ്ട?
എങ്ങനെ എവിടെയാണ് ഇപ്പൊ ഉള്ളത്? കൊച്ചിയിൽ കൊച്ചിയില്. സുഖം. ഞാൻ കൊടുക്കാം ജസ്റ്റ്. ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ അടിപൊളിയായിട്ട് പോകുന്നു. ഹലോ, ഞങ്ങൾ മസ്തി വിത്ത് മസ്താനിയിലാണ്. ഷാനവാസ് കേടെ ഇൻറ്റ്. ആ, നമുക്കിവിടെ ഇരിക്കണ്ടേ? വാ ഇങ്ങോട്ട്. ഐ ആം വെയിറ്റിംഗ്. എന്തുണ്ട് വിശേഷം? നന്നായിട്ട് പോണു, സുഖമായിട്ട് പോണു, കുഴപ്പങ്ങളൊന്നുമില്ല, അങ്ങനെ പോകുന്നു, എല്ലാം പോസിറ്റീവായിട്ട് പോകുന്നു. അതെ, എന്നും അങ്ങനെ. എനിക്കിപ്പോ നല്ല പോസിറ്റീവാ. ഞാൻ ഇനി അത് നെഗറ്റീവ് ആക്കുന്നില്ല. ഇങ്ങനെ തന്നെ പോട്ടെ അല്ലേ? അതെ. പിന്നെ ഇനോഗ്രേഷൻ ഫുള്ള് ബിസി ആണല്ലോ, എവിടെ നോക്കിയാലും ഇനോഗ്രേഷൻസ്, വർക്ക്, പരിപാടി. ഇപ്പൊ നാളെ ഒരു പ്രോഗ്രാം ഉണ്ട് ഏഷ്യാനെറ്റിന്റെ തന്നെ, ചൈത്ര വസന്ത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പൊ അതിന് ഇന്ന് പോവും, കുറച്ച് കഴിഞ്ഞാൽ പോവും. അതിന് മുൻപ് ഒരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പരിപാടിയിൽ നിൽക്കായിരുന്നു. അപ്പോഴാണ് ഷാനവാസ് ഇങ്ങനെ ഒരു അതിക്രമം ചെയ്തത്. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങക്ക് കാണാലോ. ഞാൻ ഇപ്പഴാ കാണുന്നേ, സംസാരിക്കുന്നേ അനീഷേട്ടൻ്റെ അടുത്ത്. കുറച്ച് തിരക്കുകളായിട്ട് ഇങ്ങനെ പോകുന്നു. എന്നും നല്ല തിരക്കായിരിക്കട്ടെ. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. ആക്ച്വലി ഞാൻ ബിഗ് ബോസ് അനീഷേട്ടൻ്റെ അടുത്ത് പറഞ്ഞതാണ്, പക്ഷെ ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്തില്ല. എല്ലാ പ്രേക്ഷകരുടെ മുമ്പിൽ നിന്ന് എനിക്ക് ഒരു കാര്യം കൺഫസ് ചെയ്യാനുണ്ട്. അനീഷേട്ടൻ്റെ ബെഡിൽ അനീഷേട്ടൻ എന്നും സ്റ്റിക്കർ ഒട്ടിക്കുമായിരുന്നു. അനീഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുപ്പിന്ന് കിട്ടുന്നത്, ഓരോ നമ്മുടെ പേരിൽ വരുന്ന ഇതിൽ നമ്മുടെ പേരുണ്ടാവുമല്ലോ, ആ സ്റ്റിക്കർ അനീഷേട്ടൻ ബെഡിൽ ഒട്ടിക്കുമായിരുന്നു. ഞാനാണ് അത് പറിച്ചു കളഞ്ഞത്. ലാലേട്ടൻ അന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ പറഞ്ഞു ആ ആളെ നമുക്കറിയാന്ന്. ആ ആള് ഞാൻ അനീഷേട്ടനോട് ഞാൻ അനീഷേട്ടനോട് സോറി പറഞ്ഞാണ്. പക്ഷെ ബിഗ് ബോസ് അത് ടെലികാസ്റ്റ് ചെയ്തില്ല. അപ്പോ വൺസ് അഗെയിൻ സോറി അനീഷേട്ടാ, ഞാനാണ് ആ ക്രൂരത ചെയ്തത്. എന്നാലും എന്ത് സംഭവം അറിയാം, ഞാൻ അനീഷേട്ടനോട് പറഞ്ഞു ഞാൻ ഈ സ്റ്റിക്കർ കീറി കളഞ്ഞിട്ട് ഞാൻ അനീഷേട്ടൻ ശ്രദ്ധിച്ചില്ല. ഞാൻ പോയി പറഞ്ഞു ചേട്ടാ ബെഡിൽ സ്റ്റിക്കർ ആരോ പറിച്ചു. അപ്പൊ അനീഷേട്ടന് വിഷമായി, എൻ്റെ വേറെ ഒട്ടിക്കും, ഞാൻ അത് വീണ്ടും പോയി പറിച്ചെടുക്കും. അതാ ഞാൻ ചെയ്തത് ഗൈസ്. എനിക്ക് എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. അപ്പം എന്തായാലും എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് ഇറങ്ങൂ, നമുക്ക് ഇവിടെ ഇരിക്കാം മസ്തി വിത്ത് മസ്താനിൽ. അപ്പം ഇനിയും കുറേ ഇനോഗ്രേഷൻസും തിരക്കുകളും പുസ്തകങ്ങളൊക്കെ എഴുതി അടിപൊളിയായിട്ട് പോട്ടെ. ഒരു സർപ്രൈസ് ഉണ്ട്, അത് 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ തന്നെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യായിരുന്നു സത്യത്തില്. ഓക്കെ, അപ്പൊ എന്തായാലും ഇപ്പൊ പറയുന്നില്ല, പറയണ്ട, ഞങ്ങള് കാത്തിരുന്ന് കണ്ടോളാം. ഷാനവാസിനെ അറിയാം, പക്ഷെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാനവാസ് എന്നെ കൊല്ലും എന്നല്ലേ പറഞ്ഞേ? ഇല്ല, ഞങ്ങള് ചോദിക്കില്ല, ഞങ്ങൾ എന്തായാലും പറഞ്ഞില്ലേ എന്ത് കാര്യമെങ്കിലും എന്നെ വിളിച്ച് പറയും. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ്, എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. കൊടുക്കുന്നു കൊടുക്കാനല്ലേ പറഞ്ഞേ? ഓക്കെ ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. 2 ദിവസം കഴിഞ്ഞിട്ടുള്ള പരിപാടിക്ക് ഓൾ ദി ബെസ്റ്റ്. അതെങ്ങനെ പൊളിക്കുക? ഡയറി മിൽക്ക് വാങ്ങി തന്നാൽ ഞാൻ പൊളിക്കില്ല. ഓക്കെ കൂട്ടാ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, ബൈ ബൈ. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ കുറേ കണ്ടസ്റ്റൻസിന് ഒരുപാട് നല്ല നല്ല ഫാൻസ് ഉണ്ട്. അതായത് റിയൽ ഫാൻസ്, ശരിക്കും ആ ഓരോ കണ്ടസ്റ്റൻറ്റിന് ഇഷ്ടപ്പെട്ട് ഭയങ്കര അവരോട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള കുറേ ആരാധകരെന്ന് എനിക്ക് അവർ വിളിക്കാമോ എന്നറിയില്ല. ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഷാനവാസ്ക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഗ്ലോബൽ ലെവലിലൊരു ഫാൻസ് അസോസിയേഷൻ കിട്ടിയ ഒരു ആളാണ് ഷാനവാസ്. ഗ്ലോബൽ ഫാൻസ് അസോസിയേഷൻ ഈ ഒരു അത് കുറേ ഗൾഫിലുള്ളവരും അവരവരൊക്കെ ഉണ്ട്. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരിട്ടത്. ഞാൻ അവർ വിളിക്കുന്നിടത്ത് ഞാൻ പോകും. കാരണം ഞാൻ അവരൊരു ഫാൻസൊന്നായിട്ട് ഞാൻ അവരൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അത് എൻ്റെ കൂടെ പുറപ്പാടുമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നെ ഇഷ്ടപ്പെടുന്നവർ, എന്നെ സ്നേഹിക്കുന്നവർ, എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ, അതെൻ്റെ കൂടെ പുറപ്പാടായിട്ട് അല്ലെങ്കിൽ എൻ്റെ സഹോദരന്മാരായിട്ട് കാണാനാണ് എനിക്കിഷ്ടം. എന്നെ ഒരു ആരാധകർ, അതിനോട് എനിക്ക് താല്പര്യമില്ല. ഫാൻസ് അസോസിയേഷൻ അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ ചെയ്യുന്നതാണ്. ഞാൻ അവരുടെ ഇഷ്ടത്തിൻ്റെ കൂടെ നിന്ന് കൊടുക്കുക എന്നല്ലാതെ എന്നോട് പല ആൾക്കാരും എൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ ആ സ്നേഹം കണ്ടില്ല എന്നടിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അവരുടെ കൂടെ അവർ വിളിക്കുന്നിടത്ത്
ഞാൻ പോവും. എന്തിനെന്നെ വിളിച്ചാലും ഞാൻ എന്ത് പരിപാടിയാണെങ്കിലും അതിൽ ഞാൻ പങ്കെടുക്കും. അതെൻ്റെ ഉത്തരവാദിത്തമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം നമ്മളെ സ്നേഹിക്കാൻ കുറേ ആൾക്കാരുണ്ടാകുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അവരെ അവഗണിക്കുക അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അത്ര ശരിയായ നടപടിയല്ല. അപ്പോൾ നമുക്ക് അവരുടെ ഇടയിലും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ എല്ലാവരും കൂട്ടിപ്പിടിച്ചിട്ട് മുന്നോട്ട് പോകണം. എത്ര കാലം നമ്മുടെ കൂടെ ഉണ്ടാകുന്നോ അത്രയും കാലം ഒന്നിച്ചു പോകണം, സ്നേഹം പങ്കിടണം എന്നൊക്കെ തന്നെയാണ് അതുള്ളത്. അതിന് അവർ ഗ്ലോബലെന്നോ അല്ലെങ്കിൽ കേരള എന്നോ ഇന്ത്യ എന്നോ എന്ത് പേരിട്ടാലും എനിക്ക് കുഴപ്പമില്ല. എന്തായാലും അവരുടെ ഒരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചതാണ്. നമ്മളെ സ്നേഹിക്കുന്നവർ ഒക്കെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ബലമല്ലേ. സത്യം. എന്തായാലും ആ ബലം ഞാൻ മാനിക്കുന്നു, എന്നും കൂടെ ഉണ്ടാവട്ടെ.